നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. തീരത്ത് ശക്തമായ കടൽ കയറ്റം. നീണ്ടകര മത്സ്യബന്ധന തുറമുഖം മുതൽ ചവറ കരുത്തുറ വരെയുള്ള പ്രദേശത്താണ് കടൽ കയറ്റം. ജനവാസ മേഖലയിലേക്ക് കടൽ വെള്ളം ഒഴുകിയെത്തി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധം. ജൂലൈ 9 ദേശീയ പണിമുടക്ക്. പ്രചാരണ ജാഥയ്ക്ക് കരുനാഗപ്പള്ളിയിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ സ്വീകരണം. കണക്റ്റുകുണ്ടറ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. ഉമ്മൻചാണ്ടി എക്സലൻസ് അവാർഡും സമ്മാനിച്ചു. PC വിഷ്ണുനാഥ് MLA ആണ് കണക്റ്റുകുണ്ടറയ്ക്ക് നേതൃത്വം നൽകുന്നത്. സൗത്ത് വോയിസ് ബിസിനസ് മീറ്റ്. ചക്കുവള്ളി, കരുനാഗപ്പള്ളി, ചവറ എന്നിവിടങ്ങളിൽ ബിസിനസ് മീറ്റ്. കേരള വിഷൻ, സൗത്ത് വിഷൻ ജില്ലാതല വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. തീരത്ത് ശക്തമായ കടൽ കയറ്റം. നീണ്ടകര മത്സ്യബന്ധന തുറമുഖം മുതൽ ചവറ കരുത്തുറ വരെയുള്ള പ്രദേശത്താണ് കടൽ കയറ്റം. ജനവാസ മേഖലയിലേക്ക് കടൽ വെള്ളം ഒഴുകിയെത്തി. മണൽ നിറച്ച സംരക്ഷണ ഭിത്തികളും കടന്ന് കരയിലേക്ക് തിരമാലകൾ അടിച്ചു കയറുകയാണ്. പല ഭാഗത്തും കടൽ ഭിത്തിയും കടന്ന് തിര ഇരച്ചു കയറുകയാണ്. തിരമാലകളിൽ നിന്ന് കരയെ സംരക്ഷിക്കാൻ നിരത്തിയ മണൽ നിറച്ച ബാഗുകൾ കടലെടുത്ത നിലയിലാണ്. നീണ്ടകര മുസല്ലിയ റോഡ് മുതൽ ചീലാന്ത് ജംഗ്ഷൻ വരെ കടൽ ഭിത്തി കടന്ന് തിര കരയിലേക്കു കയറി. പരിമണം ക്ഷേത്രത്തിന് എതിർവശം കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി കടന്ന തിരമാലകൾ തീരത്തേക്ക് അടിച്ചു കയറി. പല വീടുകളുടെയും സംരക്ഷണ വേലികളും ശുചിമുറികളും തകർന്നു. പുത്തൻതുറ ബേക്കറി ജംഗ്ഷന് സമീപം 50 മീറ്ററോളം ഭാഗം കടൽ കയറി. കടൽ ശക്തമാകുന്നത് മുന്നിൽ കണ്ട് മത്സ്യത്തൊഴിലാളികൾ കട്ടമരങ്ങളും വലയും സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി. കടൽ കയറിയതോടെ പുത്തൻതുറ ബേക്കറി ജംഗ്ഷനിൽ ദേശീയപാതയും കടലും തമ്മിലുള്ള അകലം 50 മീറ്റർ മാത്രമായി. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നാണ് തീരദേശത്ത് കടൽ വേലിയേറ്റം ശക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. ചവറ ഗ്രാമപഞ്ചായത്തിലെ 136 നമ്പർ അംഗനവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. വട്ടത്തറ വാർഡിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗനവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. ചവറ ഗ്രാമപഞ്ചായത്ത് C 136 നമ്പർ അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് നടത്തിയത്. ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് JR സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. 4 പുതിയ കെട്ടിടങ്ങളാണ് അംഗനവാടി കെട്ടിടങ്ങളാണ് ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ വെച്ച് ഏറ്റെടുത്ത പ്രവർത്തികൾ അത് 4 പൂർത്തീകരിച്ച് പ്രവർത്തനത്തിനായി നമ്മൾ തുറന്നു കൊടുക്കുകയാണ്. ബഹുമാന്യായ അധ്യക്ഷ പറഞ്ഞതുപോലെ ഇനിയും പുതിയതായി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ട കെട്ടിടമുണ്ട്. അതിൽ വട്ടപ്പുറ വാർഡിലും ഒരെണ്ണമുണ്ട്. അത്തരത്തിൽ 4 കെട്ടിടങ്ങൾ കൂടി ഈ വർഷം അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രോജക്ട് വെച്ച് മുന്നോട്ട് പോകാൻ പോവുകയാണ്. വാർഡംഗം ലതിക രാജൻ അധ്യക്ഷത വഹിച്ചു. ചവറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് I ജയലക്ഷ്മി സ്വാഗതം പറഞ്ഞു. അംഗനവാടിക്കായി സ്ഥലം സംഭാവന നൽകിയ വിദ്യ ദിലീപിനെ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ ആദരിച്ചു. സാമ്പത്തിക പ്രയാസമാണ്. ആ സാമ്പത്തിക പ്രയാസം പരിഹരിക്കണമെങ്കിൽ അത് അഭിസംബോധന ചെയ്യണമെങ്കിൽ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. കാരണം ഒരു സർക്കാർ സംവിധാനമുണ്ടോ ഒരു പഞ്ചായത്ത് സംവിധാനമുണ്ടോ ഒരു കാര്യവും ഏറ്റവും ഭംഗിയായി നടപ്പിലാക്കാൻ കഴിയില്ല. അവിടെയാണ് ജനകീയ ഇടപെടൽ ഉണ്ടാകേണ്ടത്, അവിടെയാണ് ഭൂജന ഇടപെടൽ ഉണ്ടാകേണ്ടത്, അവിടെയാണ് കൈസഹായം ഉണ്ടാകേണ്ടത്, അവിടെയാണ് മനസ്സിൽ താങ്കൾ ഉണ്ടാകേണ്ടത്, അവിടെയാണ് പിന്താങ്ങൽ ഉണ്ടാകേണ്ടത്, അവിടെയാണ് ചേർത്ത് പിടിക്കേണ്ടത്, അവിടെയാണ് ചേർത്ത് പിടിച്ചു കൊണ്ടുപോകേണ്ടത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുറ്റിയിൽ ലത്തീഫ്, വിജിമോൾ, ശോഭിത നദീർ, രതീഷ് C, K ബാബു, K സുരേഷ് ബാബു, PR ജയപ്രകാശ്, GR ഗീത, V മനോജ്, ആശാകൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ,
ചവറ. ബാലസാഹിത്യ കൃതികൾ വിദ്യാർത്ഥികളിലെത്തിച്ച് ഗ്രന്ഥശാല പ്രവർത്തകർ. ഓച്ചിറ മഠത്തിൽ കാരാഴ്മ നവഭാവന ഗ്രന്ഥശാല പ്രവർത്തകരാണ് ബാലസാഹിത്യ കൃതികൾ മഠത്തിൽ കാരാഴ്മ ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നൽകിയത്. ഇതോടൊപ്പം വായന പക്ഷാചരണ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബാലസാഹിത്യ കൃതികൾ വിദ്യാർത്ഥികൾക്ക് നൽകിയത്. ഓച്ചിറ മഠത്തിൽ കാരാഴ്മ നവഭാവന ഗ്രന്ഥശാലയാണ് ബാലസാഹിത്യ കൃതികൾ നൽകിയത്. മഠത്തിൽ കാരാഴ്മ ഗവൺമെന്റ് LPSൽ നടന്ന പരിപാടിയിൽ വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് നടന്ന മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കടത്തൂർ മൻസൂർ ഉദ്ഘാടനം നിർവഹിച്ചു. അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പഠിക്കുക. അപ്പൊ വിദ്യാഭ്യാസത്തിലുണ്ട് 3: കണ്ടു പഠിക്കുക, കേട്ടു പഠിക്കുക, കൊണ്ടു പഠിക്കുക. കാണാതെ പഠിക്കുന്നത് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയാണ്. നവഭാവന ഗ്രന്ഥശാല പ്രസിഡന്റ് കയ്യാലത്തറ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ബാലസാഹിത്യ കൃതികൾ നമ്മൾ ഗ്രന്ഥശാലയിൽ നിന്ന് എല്ലാ വർഷവും കുട്ടികൾക്ക് കൊടുക്കാറ്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രാവശ്യം കൊടുക്കുക. അടുത്ത പ്രാവശ്യവും വായനാ മത്സരത്തിൽ എല്ലാവരും പങ്കെടുക്കുകയും ആ വിജയികൾക്ക് ഇതുപോലെയുള്ള പ്രോത്സാഹന സമ്മാനം കൊടുക്കുകയും ചെയ്യും. ഗ്രന്ഥശാല സെക്രട്ടറി V. ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. എഴുത്തുകാരൻ ഉണ്ണികൃഷ്ണൻ കുശസ്ഥലി വായനാ സന്ദേശം നൽകി. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. ശ്രീദേവി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N. കൃഷ്ണകുമാർ, ശ്രീലത പ്രകാശ്, KP ബിന്ദു, മാളു സതീഷ്, BS വിനോദ്, M. ഗോപാലകൃഷ്ണപിള്ള, M. രാമചന്ദ്രൻ പിള്ള, സതീഷ് പളയമ്പിൽ, ആര്യ സുരേഷ്, ജയ്ഹരി കയ്യാലത്തറ തുടങ്ങിയവർ പങ്കെടുത്തു. കുഞ്ഞുങ്ങളെ വായനയുടെ ലോകത്തേക്ക് എത്തിക്കേണ്ടത് കാര്യമാണ്. നേരത്തെയൊക്കെ ഏറ്റവും നല്ല രീതിയിൽ വായന നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്നത്തെ കാലത്ത് എല്ലാം സാങ്കേതികതയുടെ കാലമാണ്. അതെല്ലാം വിരൽത്തുമ്പിൽ കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ചവറയിൽ കേരളം യുഗ സംവാദ പ്രഭാഷണം സംഘടിപ്പിച്ചു. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു സംവാദ ശതാബ്ദിയുടെ ഭാഗമായാണ് പ്രഭാഷണം സംഘടിപ്പിച്ചത്. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു സംവാദ ശതാബ്ദിയുടെ ഭാഗമായി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന 100 പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായാണ് ചവറയിൽ പരിപാടി സംഘടിപ്പിച്ചത്. പ്രഭാഷകൻ ജംഷീദ് അലി ഉദ്ഘാടനം നിർവഹിച്ചു. നാരായണ ഗുരു അദ്ദേഹത്തിന്റെ ജാതി നിർണയത്തെ പറയാണ്. ജാതി പിശാചിനെ കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ നിന്ന് കഴുത്തിൽ പിടിച്ച് പുറന്തള്ളുക എന്ന ഉജ്ജ്വലമായ ലക്ഷ്യമുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് നാരായണ ഗുരുദേവൻ. അന്ന് അത് അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷെ നാരായണ ഗുരു അന്ന് എഴുതി, മനുഷ്യത്വം ജാതി ഗോത്വം ഗവാം യഥാ. പശുവിന് പശുത്വം പോലെയാണ് മനുഷ്യന് മനുഷ്യത്വം. പശുവിനെ പശുവായി കാണുന്നത് അതിന് പശുവിന്റെ ധർമ്മം ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ്, പശുവിന്റെ രൂപമുള്ളത് കൊണ്ടാണ്. മനുഷ്യനെ നിങ്ങൾ മനുഷ്യനായി കാണണമെങ്കിൽ മനുഷ്യന് മനുഷ്യത്വം ഉണ്ടാവണം. മനുഷ്യന്റെ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നായി ഗുരു കാണുന്നുണ്ട്. അത് അനുകമ്പയാണ്. അനുകമ്പാ ദശകം എന്ന ഒരു കവിത ഗുരുവിൻ്റെതായിട്ടുണ്ട്. ഗുരുവിന്റെ ഏറ്റവും ഉജ്ജ്വലമായ സന്ദേശം ആത്മോപദേശ ശതകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്: അവനവൻ ആത്മസുഖത്തിനാചരിപ്പത് അവനവന്റെ സുഖത്തിനായി ഭവിച്ചിടണം. അവനവന്റെ ആത്മസുഖത്തിനു വേണ്ടിയുള്ള ആരാധനകൾ ഉണ്ടല്ലോ, അത് അവരന് കൂടി സുഖം ഉണ്ടാക്കണം. കരുനാഗപ്പള്ളി ഏരിയ പ്രസിഡന്റ് BK ഹാഷിം അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം C. രതീഷ് സ്വാഗതം പറഞ്ഞു. CPM ഏരിയ സെക്രട്ടറി R. രവീന്ദ്രൻ, MB പ്രസാദ്, ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ലോയിഡ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ജൂലൈ 9 ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട പ്രചാരണ ജാഥയ്ക്ക് സ്വീകരണം നൽകി. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകിയത്. CITU ദേശീയ വൈസ് പ്രസിഡന്റ് J. മേഴ്സിക്കുട്ടിയമ്മ ക്യാപ്റ്റനായുള്ള തെക്കൻ മേഖലാ ജാഥയ്ക്കാണ് കരുനാഗപ്പള്ളിയിൽ സ്വീകരണം നൽകിയത്. NDA സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് ജൂലൈ 9 ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള തെക്കൻ മേഖലാ ജാഥയ്ക്കാണ് കരുനാഗപ്പള്ളിയിൽ സ്വീകരണം നൽകിയത്. CITU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് J. മേഴ്സിക്കുട്ടിയമ്മ ക്യാപ്റ്റനായ ജാഥയ്ക്കാണ് കരുനാഗപ്പള്ളിയിൽ സ്വീകരണം നൽകിയത്. നമ്മുടെ പണിയെടുക്കുന്ന തൊഴിലാളി, ഓട്ടോറിക്ഷ തൊഴിലാളിയോ നിർമ്മാണ തൊഴിലാളിയോ അല്ലെങ്കിൽ ഹെല്ലോട് തൊഴിലാളിയോ, ഞാനൊരു BJP, കാരണം ഞാനൊരു ഹിന്ദു. എന്ത് ഹിന്ദു? ഏതാണെങ്കിലും തൊഴിലാളി ജാതിയോ മതവുമല്ല. അവന് പണിയെടുത്താലേ അവന്റെ വീട് തീവുകയൂ. അവന്റെ അധ്വാനമാണ് അവന്റെ മുന്നേറ്റം.
അതിന് പകരം അവനെ 10 കഷ്ണമാക്കി ഈ വർഗീയവാദികൾക്ക്, വർഗീയ ഭ്രാന്തന്മാർക്ക്, അധികാരം കോർപ്പറേറ്റുകൾക്ക് തീരെഴുതാൻ, നാടിനെ അവർക്ക് വിൽക്കാൻ കൂട്ടുനിൽക്കലാണ് ഈ കൂട്ടരുടെ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് വിനയപൂർവ്വം നമുക്ക് രാജ്യത്തെ എല്ലാ തൊഴിലാളികളോടും പറയാം, നിങ്ങൾ വർഗീയ ശക്തികളുടെ ഭാഗമാകരുത്. കരുനാഗപ്പള്ളിയിലെ സ്വീകരണ സമ്മേളനത്തിൽ കെ.പി. വിശ്വവത്സരൻ അധ്യക്ഷത വഹിച്ചു. അനിരുദ്ധൻ, ഹരിലാൽ, ടി മനോഹരൻ, PR വസന്തൻ, R രവി, S ഹരിലാൽ, പത്മ ഗിരീഷ്, A അനിരുദ്ധൻ തുടങ്ങിയവർ പങ്കെടുത്തു. HMS സംസ്ഥാന സെക്രട്ടറി ടോമി മാത്യു വൈസ് ക്യാപ്റ്റനും AITUC സംസ്ഥാന സെക്രട്ടറി G ലാലു മാനേജറുമായ ജാഥയാണ് പര്യടനം നടത്തിയത്. ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ലഹരിവിരുദ്ധ മാരത്തോൺ സംഘടിപ്പിച്ചു. താലൂക്ക് ലീഗൽ സർവീസസ് അതോറിറ്റി, ലഹരിമുക്ത ഗ്രാമം, ശാസ്താംകോട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ലഹരിവിരുദ്ധ മാരത്തോൺ സംഘടിപ്പിച്ചത്. കുന്നത്തൂർ ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്കിലെ വിവിധ സ്കൂളുകളിൽ നടത്തിവന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികളുടെ 1ാം ഘട്ട സമാപനത്തിന്റെ ഭാഗമായാണ് മാരത്തോൺ സംഘടിപ്പിച്ചത്. ശാസ്താംകോട്ട ഫിൽറ്റർ ഹൗസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാരത്തോൺ ശാസ്താംകോട്ട DYSP ബിനുകുമാർ MK ഫ്ളാഗ് ഓഫ് ചെയ്തു. ലഹരിമുക്ത ഗ്രാമം കോർഡിനേറ്റർ S ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർമാൻ സിവിൽ ജഡ്ജി കാവ്യ SS ലഹരിവിരുദ്ധ സന്ദേശം നൽകി ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ S ജീവ, എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൽ വഹാബ, ശാസ്താംകോട്ട SI KH ഷാനവാസ്, ലീഗൽ സർവീസസ് കമ്മിറ്റി സെക്രട്ടറി ഉദയ് ശബരീശം, സ്കൗട്ട് മാസ്റ്റർ മനോജ്, NSS കോർഡിനേറ്റർ ജയറാം SJ, KK ഷീജമോൾ എന്നിവർ പങ്കെടുത്തു. ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ലഹരി ഉപയോഗം എന്നുള്ളത്. ആ ലഹരിക്കെതിരായി നമ്മുടെ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ വിദ്യാലയങ്ങളും വിവിധ മദ്യവിരുദ്ധ ലഹരി വിരുദ്ധ സംഘടനകളുമൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് പ്രചണ്ഡമായ പ്രചരണങ്ങൾ, ബോധവൽക്കരണ പ്രചരണങ്ങൾ നടത്തി വരികയാണ്. 26-ാം തീയതി ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ വിദ്യാലയങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് അഡ്വക്കേറ്റ് സുകന്യ S നേതൃത്വം നൽകി. മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്നെന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കണക്ട് കുണ്ടറ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. ഉമ്മൻചാണ്ടി എക്സലൻസ് അവാർഡ് സിനിമാ സംവിധായകനും കലാസംവിധായകനുമായ ജ്യോതിഷ് ശങ്കറിന് സമ്മാനിച്ചു. PC വിഷ്ണുനാഥ് MLA ആണ് കണക്ട് കുണ്ടറയ്ക്ക് നേതൃത്വം നൽകുന്നത്. PC വിഷ്ണുനാഥ് MLA നേതൃത്വം നൽകുന്ന കണക്ട് കുണ്ടറ മെറിറ്റ് അവാർഡുകളാണ് വിതരണം ചെയ്തത്. മുളവന പവിത്രം കൺവെൻഷൻ സെന്ററിൽ നടനും തിരക്കഥാകൃത്തുമായ ബിബിൻ ജോർജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അപ്പോ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വീട്ടുകാരുടെ പറഞ്ഞ ഒരു വാക്കാണ്. അതായത് നമ്മുടെ അറിവില്ലായ്മയുടെ പടിപടിയായിട്ടുള്ള തിരിച്ചറിവാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമ്മുടെ അറിവില്ലായ്മയുടെ പടിപടിയായിട്ടുള്ള തിരിച്ചറിവ്. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ 1500ഓളം വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഉമ്മൻചാണ്ടി എക്സലൻസ് അവാർഡ് സിനിമാ സംവിധായകനും കലാസംവിധായകനുമായ ജ്യോതിഷ് ശങ്കറിന് PC വിഷ്ണുനാഥ് MLA കൈമാറി. യോഗത്തിൽ MLA അധ്യക്ഷത വഹിച്ചു. ഏറ്റവും ബഹുമാനായ നമ്മുടെ ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബഹുമാനായ പ്രിൻസിപ്പൽമാർ, വീക്ക് CEO അഖിൽ കുര്യൻ പ്രസംഗിച്ചു. ഇന്ദ്രധനുസിൽ പിറന്നവള് കുന്തിരിക്കത്തിൻ മണമുള്ളോള് ചെഞ്ചുണ്ടിൽ വിരിയും കരിക്കുമ്പോള് ഇന്ദിവരം പോലഴകുള്ളോള് ഇന്ദ്രധനുസിൽ പിറന്നവള് കുന്തിരിക്കത്തിൻ മണമുള്ളോള്
ചെഞ്ചുണ്ടിൽ വിരിയും കരിക്കുമ്പോൾ കാണാൻ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്, കാണാൻ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. ന്യൂസ് ബ്യൂറോ കുണ്ടറ. സൗത്ത് വോയിസ് ബിസിനസ് മീറ്റ് ചവറ വേണാട് കമ്മ്യൂണിക്കേഷനിൽ സംഘടിപ്പിച്ചു. കേരള വിഷൻ സൗത്ത് വോയിസ് വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു. സൗത്ത് വോയിസ് ലിമിറ്റഡിന്റെ ബിസിനസ് മീറ്റ് ചവറ വേണാട് മീഡിയയിൽ സംഘടിപ്പിച്ചു. കേരള വിഷൻ സൗത്ത് വിഷൻ ജില്ലാതല വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന ചവറ മേഖലയിലെ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി. സിഒഎ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ആ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ മിടുക്കികളുമായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉന്നത വിജയം കരസ്ഥമാക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് മറ്റെന്തിനേക്കാൾ വലിയ സന്തോഷമായിട്ട് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമാകാൻ സൗത്ത് വിഷനും കേരള വിഷനും തീരുമാനിച്ചത്. അതിൻ്റെതായ രീതിയിൽ പ്രൗഢമായ സദസ്സിലാണ് ഞങ്ങളത് ചെയ്തത്. ഓരോ കുട്ടികളും ആ വേദിയിൽ കയറി വരുമ്പം അവരുടെ പ്രൊഫൈൽ വലിയ ഡിജിറ്റൽ സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് അവരുടെ മാതാപിതാക്കൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ അവിടെ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. തിരിച്ചു പോകുന്നതിന് മുമ്പ് ഞങ്ങളോട് നേരിട്ട് വന്ന് അതിൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചാണ്. ഞാനിത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. തുടർച്ചയായ 2 പരിപാടിയാണ് കേരള വിഷൻ്റെ കൊല്ലത്ത് നടന്നത്. ഈ സംഘടനയുടെ ഇന്നിവിടെ ഇരിക്കുന്ന ഭാരവാഹികളടക്കം കൊല്ലം ജില്ലയിലുള്ള സകല ആളുകളും ഉറക്കമൊഴിഞ്ഞ് പ്രവർത്തിച്ച ഒരു ചടങ്ങായിരുന്നു. അവിടെ എത്താൻ പറ്റാത്തത് ഇവിടെ ആ സ്വാതപ്രാസംഗികം പറഞ്ഞതുപോലെ സാങ്കേതികത്വമായിരിക്കാം. എന്നാൽ ഞങ്ങൾ അതിനെ കാണുന്നത് വരും വർഷങ്ങളിൽ സംസ്ഥാനം ഒട്ടാകെ ചർച്ച ചെയ്യുന്ന രീതിയിൽ ഈ അവാർഡ് ഫംഗ്ഷനെ മാറ്റാനാണ്. കേരളത്തിൽ A+ നേടുന്ന കുട്ടികൾക്ക് എല്ലാ ജില്ലയിലും ഞങ്ങളിത് സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ച് സമ്പൂർണ്ണമായിട്ട് ആ പങ്കാളിത്തം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വേണാട് മീഡിയ കമ്മ്യൂണിക്കേഷൻ പ്രസിഡന്റ് അശോകൻ എസ് സ്വാഗതം പറഞ്ഞു. സൗത്ത് വോയിസ് മാനേജിംഗ് ഡയറക്ടർ ബിനു ശിവദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സൗത്ത് വോയിസ് ചെയർമാൻ ബിനു പി, സിഒഎ ജില്ലാ സെക്രട്ടറി നൌഷാദ, സൗത്ത് വോയിസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ താജ് ഗോപാൽ, മിറ്റ്സ് മാനേജിംഗ് ഡയറക്ടർ ഷിബു, സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം മുരളീകൃഷ്ണൻ, ചവറ മേഖലാ സെക്രട്ടറി സലീം, മേഖലാ പ്രസിഡന്റ് തിലകരാജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിതരണം ചെയ്തു. കായംകുളം സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ഭക്ഷണം വിതരണം ചെയ്തത്. കായംകുളം നഗരസഭ 14-ാം വാർഡ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 100ഓളം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിതരണം ചെയ്തത്. ഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ കൗൺസിലർ അൻസാരി കോയിക്കലേത്ത് നിർവഹിച്ചു. എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസം വൈകുന്നേരം ഇവിടെ എത്തുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും കഞ്ഞിയും പയറും അതുപോലെയുള്ള വസ്തുക്കളും ഭക്ഷ്യധാന്യങ്ങളും വിതരണം ചെയ്യുന്ന ചടങ്ങ് എല്ലാ ആഴ്ചയിലും തുടർന്നും നടക്കും. അതുപോലെ തന്നെ ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. കൊല്ലത്താണെങ്കിൽ പോലും ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കായംകുളത്ത് ഇത്തരത്തിലുള്ള ഒരു ശാഖ തുറന്ന് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുള്ളത്. ഇനിയും ഒട്ടേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ അവരുടെ കീഴിൽ നടക്കുന്നുണ്ട്. സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എസ് സുബിൻ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി സുജാതൻ, ഹെഡ് നഴ്സ് സുധാ പി, നഴ്സുമാരായ ശ്രീലത എൽ, ബിന്ദു ML തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കായംകുളം. സൗത്ത് വോയിസ് ബിസിനസ് മീറ്റ് കരുനാഗപ്പള്ളി നേത്ര കമ്മ്യൂണിക്കേഷനിൽ സംഘടിപ്പിച്ചു. കേരള വിഷൻ സൗത്ത് വോയിസ് വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു. സൗത്ത് വോയിസ് ബിസിനസ് മീറ്റ് കരുനാഗപ്പള്ളി നേത്ര കമ്മ്യൂണിക്കേഷനിൽ സംഘടിപ്പിച്ചു. സബ് ഡിസ്ട്രിബ്യൂഷൻ തലത്തിലുള്ള ബിസിനസ് മീറ്റാണ് സംഘടിപ്പിച്ചത്. കേരള വിഷൻ സൗത്ത് മിഷൻ ജില്ലാതല വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന കരുനാഗപ്പള്ളി മേഖലയിലെ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി. PSC മുൻ ചെയർമാൻ ജി ഗംഗാധരക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. നല്ല ഊർജ്ജസ്വലതയുള്ള നല്ല കർമ്മശേഷിയുള്ള ഒരുപാട് ചെറുപ്പക്കാരെ അണിനിരന്നിട്ടുള്ള ഈ പ്രസ്ഥാനം ഇതിൻ്റെ ആരംഭകാലം തന്നെ ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ വളരെ വിപുലമായ ഉയർന്ന പ്രവർത്തന രീതികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സംഘടനയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കുട്ടികളെ അവതരിപ്പിക്കുന്ന അവരെ അനുമോദിക്കുന്ന ചടങ്ങ് നടത്തുന്നത്.
സമയത്ത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞത് അവരുടെ ഒരു ഭാഗ്യം തന്നെയാണ്. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് എങ്ങനെയാണ് വിദ്യാഭ്യാസം ചെയ്തത്, അന്നത്തെ സാഹചര്യങ്ങൾ എന്തായിരുന്നു, ഇപ്പോഴതിൽ നിന്ന് വന്ന മാറ്റം എന്താണ്, മാറ്റമാണ് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായ തത്വം. ഒന്നും നിൽക്കുന്ന നിലയിൽ നിൽക്കത്തില്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. സൗത്ത് വോയിസ് ചെയർമാൻ പി ബിനു അധ്യക്ഷത വഹിച്ചു. സംരംഭം നല്ലപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുക. അതേപോലെ തന്നെ കേരളത്തിലെ തന്നെ ഏകദേശം 1998 രൂപീകൃതമായ കുടുംബശ്രീ പ്രസ്ഥാനം കേരളത്തിലെ നമ്മളെടുത്ത് വെച്ച് നോക്കിയാൽ ഇന്നത്തെ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു മാതൃകയായി കേരളത്തിൽ ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള മറ്റൊരു പ്രസ്ഥാനമില്ല. അതിനെ പക്ഷെ ആദരിക്കാനായിട്ട് വലിയ ആൾക്കാരൊന്നുമില്ല. ആ രീതിയിലും നമ്മൾ കഴിഞ്ഞ 21-ാം തീയതി ഈ കൊല്ലം ജില്ലയിലെ 10 യൂണിറ്റുകൾക്ക് നമ്മൾ അവാർഡ് നൽകിയിട്ടുണ്ട്. വലിയൊരു നിരാശയോടെ നേത്ര കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് MD അജി മണപ്പള്ളി സ്വാഗതം പറഞ്ഞു. ശ്രീജിത്ത് എസ് പിള്ള, താജ് ഗോപാൽ, ലുലു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും മരം ഭീഷണിയാകുന്നു. കൊല്ലം മയ്യനാട് SBI ജംഗ്ഷനിലാണ് ദ്രവിച്ച് ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിൽ ബദാം മരം നിൽക്കുന്നത്. അധികാരികളോട് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മയ്യനാട് SBI ജംഗ്ഷനിലാണ് താഴ്ഭാഗം ദ്രവിച്ച് ഏതു നിമിഷവും വീഴാവുന്ന സ്ഥിതിയിൽ ബദാം മരം നിൽക്കുന്നത്. ഇത് സംബന്ധിച്ച് പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയുമില്ല. വെള്ളമണൽ സ്കൂൾ, മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് വാഹനങ്ങളിലൂടെയും കാൽനടയായും നിരവധി പേരാണ് സഞ്ചരിക്കുന്നത്. നിരവധി വ്യാപാര സ്ഥാപനങ്ങളും സമീപങ്ങളിലുണ്ട്. എതിർദിശയിൽ വാഹനങ്ങൾ വരുമ്പോൾ മരത്തിൽ ഉരഞ്ഞാണ് പോകുന്നത്. റോഡ് സൈഡിലേക്ക് വലിയ ഡേഞ്ചറസ് പൊസിഷനിൽ നിൽക്കുകയാണ്. ഏത് സമയത്തും അപകടം സംഭവിക്കാം. വാഹനങ്ങൾ പലതും ടച്ച് ചെയ്ത് അത് ഏത് സമയം നിലം പതിക്കുന്ന കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സ്കൂളുകളും പ്രസ്ഥാനങ്ങൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ ഹോസ്പിറ്റല്, അക്ഷയ, അങ്ങനെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ കിടക്കുന്ന ഈ പരിസരത്ത് എത്രയും പെട്ടെന്ന് അധികാരികളുടെ ശ്രദ്ധയിൽ പതിഞ്ഞ് ഇവിടുന്ന് മുറിച്ച് റിമൂവ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവണം. ശക്തമായ കാറ്റ് വന്നാൽ ഇത് ഒടിഞ്ഞ് റോഡിലേക്ക് വീണ് വലിയ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. വൈദ്യുതി കമ്പികളും ഇതിനു താഴെ കൂടി കടന്നു പോകുന്നു. വൈദ്യുതി കമ്പികളിൽ വീണാൽ വലിയ അപകടമുണ്ടാകുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. വെള്ളമണൽ സ്കൂള്, ഹൈസ്കൂള്, ഇതിൽ വിദ്യാർത്ഥികളൊക്കെ എപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ബദാം മരം വളഞ്ഞ് അത് ഏത് സമയം വീഴാനായിരിക്കുകയാണ്. വേണ്ടപ്പെട്ട പഞ്ചായത്ത് അധികാരികളാണ് ഇത് എത്രയും പെട്ടെന്ന്. ഈ വാഹനങ്ങളൊക്കെ തട്ടുന്നുണ്ടോ? ആ വാഹനങ്ങളൊക്കെ തട്ടുന്നുണ്ട്. വാഹനങ്ങൾ ബസ് വന്നാൽ അതിൽ ഇടിച്ചോ പോകാറുണ്ടോ, അല്ല ചാഞ്ഞു പോയി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് മുറിച്ച് മാറ്റിക്കുക എന്നുള്ളവർ അഭ്യർത്ഥിക്കുകയാണ്. ഭീഷണിയായ മരം മുറിച്ചു നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സൗത്ത് വോയിസ് ബിസിനസ് മീറ്റ് ചക്കുവള്ളിയിൽ നടത്തി. സബ് ഡിസ്ട്രിബ്യൂഷൻ തലത്തിലുള്ള ബിസിനസ് മീറ്റാണ് ചക്കുവള്ളി ഏഷ്യ വിഷനിൽ സംഘടിപ്പിച്ചത്. കേരള വിഷൻ, സൗത്ത് വിഷൻ ജില്ലാതല വിദ്യാഭ്യാസ അവാർഡുകൾ ശാസ്താംകോട്ട മേഖലയിലുള്ളവർക്ക് വിതരണം ചെയ്തു. സൗത്ത് വോയിസ് ബിസിനസ് മീറ്റ് ചക്കുവള്ളി ഏഷ്യ വിഷനിൽ സംഘടിപ്പിച്ചു. സബ് ഡിസ്ട്രിബ്യൂഷൻ തലത്തിലുള്ള ബിസിനസ് മീറ്റാണ് ഏഷ്യ വിഷനിൽ നടത്തിയത്. കേരള വിഷൻ, സൗത്ത് വിഷൻ ജില്ലാതല വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന ശാസ്താംകോട്ട മേഖലയിലെ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും നടത്തി. സൗത്ത് വോയിസ് ചെയർമാൻ പി ബിനു അധ്യക്ഷത വഹിച്ചു. ഏഷ്യ വിഷൻ MD വിജയകുമാർ സ്വാഗതം പറഞ്ഞു. സൗത്ത് വോയിസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും COA ജില്ലാ പ്രസിഡന്റുമായ സുരേഷ് ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. COA ജില്ലാ ട്രഷറർ മുരളീധരൻ പിള്ള, COA സംസ്ഥാന കമ്മിറ്റി അംഗം മുരളീകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ കുര്യാക്കോസ് വൈദ്യർ, താജ് ഗോപാൽ, ഡയറക്ടർ ലുലു തുടങ്ങിയവർ പങ്കെടുത്തു. സൗത്ത് വോയിസിന്റെ പുതിയ ബിസിനസ് സംരംഭങ്ങളായ സൗത്ത് സോളാർ, ടെലിവിഷൻ, ഇലക്ട്രിക് സ്കൂട്ടർ, ഇലക്ട്രിക് സൈക്കിൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിശദീകരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. തീരത്ത് ശക്തമായ കടൽ കയറ്റം. നീണ്ടകര മത്സ്യബന്ധന തുറമുഖം മുതൽ ചവറ കരുത്തുറ വരെയുള്ള പ്രദേശത്താണ് കടൽ കയറ്റം. ജനവാസ മേഖലയിലേക്ക് കടൽ വെള്ളം ഒഴുകിയെത്തി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധം. ജൂലൈ 9 ദേശീയ പണിമുടക്ക്. പ്രചാരണ ജാഥയ്ക്ക് കരുനാഗപ്പള്ളിയിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ സ്വീകരണം. കണക്ട് കൊണ്ടുവര മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. ഉമ്മൻചാണ്ടി എക്സലൻസ് അവാർഡും സമ്മാനിച്ചു. PC വിഷ്ണുനാഥ് MLA ആണ് കണക്ട് കൊണ്ടുവരയ്ക്ക് നേതൃത്വം നൽകുന്നത്.
ചക്കുവള്ളി, കരുനാഗപ്പള്ളി, ചവറ എന്നിവിടങ്ങളിൽ ബിസിനസ് മീറ്റ്. കേരള വിഷൻ, സൗത്ത് വിഷൻ ജില്ലാതല വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.